അലക്സെ, ഈ രോഗലക്ഷണത്തെ പറ്റി അറിയാമെങ്കിൽ അതുകൂടി പറ. അതോടൊപ്പം തന്നെ ഇന്നലെ വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ 8 പേർക്ക് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുവരെ സംസ്ഥാന വ്യാപകമായി തന്നെ ഒന്ന് ജാഗ്രത പാലിക്കേണ്ട സമയമാകുന്നുണ്ട് ഈ ഷിഗല്ലയുടെ കാര്യത്തിൽ. അലക്സ്. ഹഷ്മി, തീർച്ചയായും സംസ്ഥാനത്തെ സംബന്ധിച്ച്, ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് അതൊരു ആശങ്കയ്ക്ക് വക നൽകുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് 8 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. അതിൽ നമ്മൾ വയനാടിന്റെ കാര്യം പറഞ്ഞു. വയനാട് 2 പേർക്ക് സ്ഥിരീകരിക്കുകയും 19 പേരുടെ സാമ്പിളുകൾ, രോഗലക്ഷണമുള്ള 19 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. വയനാട് പബ്ലിക് ലാബുകളുണ്ട്, അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലബോറട്ടറി സംവിധാനമുണ്ട്. ഇവിടേക്ക് അയച്ചാണ് ആ പരിശോധന നടത്തുന്നത്. ആ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്ന് കരുതുന്നു. മലപ്പുറത്ത് 2 പേർക്ക്, കോഴിക്കോട് 2 പേർക്ക്, കണ്ണൂർ 2 പേർക്ക്, ഇപ്പം വയനാട് 2 പേർക്ക് എന്നിങ്ങനെയാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ മാസം തന്നെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 18 പേർക്കാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കണക്ക്. 5 പേർക്ക് ഈ മാസം രോഗം സംശയിച്ചു, അതായത് രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ 5 പേർ ചികിത്സയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഒരു മരണം ഷിഗല്ല മൂലം ഈ മാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വർഷം ഇതുവരെ 93 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നമുക്കറിയാം, ജനുവരി മുതൽ ജൂൺ 8 വരെയുള്ള കണക്കാണിത്. ഈ 6 മാസം കൊണ്ട് 93 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. 70 പേർക്ക് ഷിഗല്ല രോഗബാധ സംശയിക്കുകയും ചെയ്ത് ആശുപത്രിയിൽ, അതായത് രോഗലക്ഷണങ്ങളിലൂടെ ആശുപത്രിയിൽ ചികിത്സയിൽ എത്തിയിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ 2 പേർക്കാണ് ഷിഗല്ല രോഗം മൂലം ജീവൻ നഷ്ടപ്പെട്ടത്. 2 പേർക്കാണ്. അങ്ങനെ 2 മരണം ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാകട്ടെ ഇതേ സമയം ഏതാണ്ട് 133 പേർക്കാണ് ആകെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷം ഷിഗല്ല മൂലം മരണമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. അത് 6 മാസം ആകുമ്പോൾ തന്നെ മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷിഗല്ല ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. ഇത് കുടലിനെയാണ് പ്രധാനമായി ബാധിക്കുക. ഹാഷ്മിദിന്റെ രോഗലക്ഷണങ്ങൾ വയറുവേദന, വയറിളക്കം, പനി, ക്ഷീണം, ഒപ്പം രക്തം കലർന്ന മലം എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. ഇതിൽ എല്ലാവർക്കും ഈ രോഗലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. പക്ഷേ ഈ രോഗബാധ പടരാനുള്ള പ്രധാനപ്പെട്ട കാരണം മലിനജലം, ഒപ്പം കേടായ ഭക്ഷണത്തിലൂടെയും ഒക്കെയാണ് ഈ രോഗബാധ പടരുന്നത്. ഒപ്പം ഈ ആഹാരം പാകം ചെയ്യുന്നവരിൽ നിന്നും ഈ രോഗം പടരാൻ സാധ്യതയുണ്ടെന്ന് കൂടി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശ്രദ്ധ ചെലുത്തണം. മാത്രമല്ല, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രോഗബാധ ഉണ്ടാവുകയാണെങ്കിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. 28% മരണനിരക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചാൽ എന്നുള്ളതാണ് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. അതിനാൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അവർക്ക് കൊടുക്കുന്ന വെള്ളം അത് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കണം നിർബന്ധപൂർവ്വം. അതല്ല, സാധാരണഗതിയിൽ നമ്മൾ വീടുകളിൽ കാണുന്ന ഒരു പതിവുണ്ട്. ഈ പച്ചവെള്ളവും തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള വെള്ളം കൊടുക്കുന്നത് അത്യന്തം അപകടകരമാണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതായത് ഈ രോഗബാധ പെരുകാൻ, അതായത് ഈ ബാക്ടീരിയ പെരുകാൻ ഏറ്റവും ഉചിതമായ വെള്ളമാണ് അങ്ങനെ കൊടുക്കുന്ന വെള്ളം. അതിനാൽ തിളപ്പിച്ച് അത് പൂർണ്ണമായി തിളപ്പിച്ചാറ്റിയതിനു ശേഷമുള്ള വെള്ളം കുട്ടികൾക്ക് കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക. മലിനജലത്തിൽ നിന്നുള്ള സമ്പർക്കം പൂർണ്ണമായി ഒഴിവാക്കുക, കേടായ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതൊക്കെയാണ് പ്രധാനമായി എടുക്കേണ്ട മുന്നറിയിപ്പുകൾ, പ്രതിരോധ മുന്നറിയിപ്പുകൾ. എന്താണെങ്കിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് കോഴിക്കോടും വയനാടും ഒക്കെയായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് കർശനമായി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. DMOമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, അലക്സ് മുതാണ് ഷിഗല്ലയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് മരണനിരക്കൊക്കെ കൂടുതലുള്ള സംഗതിയാണ്. അപ്പോൾ മാത്രമല്ല, ഈ നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് നിപ്പ പോലെയൊക്കെ ആയിപ്പോയേക്കും എന്നൊരു ആശങ്ക അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മൾ ഈ പറയുന്ന ചൂട് വെള്ളം ഉള്ളപ്പോഴത്തേക്ക് ഇപ്പോൾ ദാഹിക്കുന്നു പറയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അബദ്ധോ? അതെ, അത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇത് ഒരു ദണ്ടിന്റെ ഷേപ്പിലുള്ള ബാക്ടീരിയ കണ്ടാൽ നമുക്ക് ഇത്രയുള്ളല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അപകടകാരിയാണ്. മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.